യോഫിൻ കഴിഞ്ഞിടയ്ക്ക് അതായത് കോൺഗ്രസിനകത്ത് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി സിമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രമുഖയായിട്ടുള്ള പ്രമുഖയായിട്ടുള്ള ഒരു നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, അവരടക്കം ഒരു ഇപ്പോൾ വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്താനുള്ളൊരു കാരണം പോലും ഇത്തരത്തിൽ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ്, മറ്റു പല കാര്യങ്ങൾ വഴിയാണ് അവർ കയറി വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിമി ആരോപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്നത് പോലെ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴിതാ ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് വലിയ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ്, അല്ലേ തിയോഫിൻ? ഭദ്ര, തീർച്ചയായും. അതായത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് സിമി റോസ്ബെൽ ജോൺ മാറ്റി നിർത്തപ്പെടുന്നത്. അതിന് പിന്നിൽ വി ഡി സതീശനാണെന്ന് അവർ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനിടയായ സാഹചര്യമാണ് ഈ സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയും അത്തരത്തിലുള്ള സംഭവങ്ങൾ വാർത്തയാവുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് കോൺഗ്രസ് പാർട്ടിയിലും ഇത്തരത്തിലൊരു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് സിമി റോസ്ബെൽ രംഗത്ത് വന്നത്. അതിന് പിന്നാലെയാണ് സിമി റോസ്ബെലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. നിലവിൽ സിമി റോസ്ബെൽ കോൺഗ്രസ് പാർട്ടി അംഗമല്ല, പക്ഷേ അവർ മറ്റൊരു പാർട്ടിയിലേക്കും പോയിട്ടുമില്ല. ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ രാജേന്ദ്ര പ്രസാദ് നിലവിൽ പാർട്ടി അംഗമല്ല, പാർട്ടി വിട്ട് പുറത്തുപോയ ആളാണ്. ഇവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉണ്ടായ ആക്രമണം തങ്ങൾ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൻ്റെ പ്രതികാരമാണ് എന്ന് അവർ പറയുന്നത്. കാരണം ഈ സംഭവം, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഇത്തരത്തിലൊരു ഇവരോട് പക വീട്ടാനുള്ളൊരു ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നടക്കുന്നതായി ചിലർ കോൺഗ്രസ്സുകാർ തന്നെ DCCയിൽ നിന്ന് അറിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. മറ്റൊന്ന് വി ഡി സതീശൻ്റെ ഒരു ബന്ധുവിൻ്റെ സുഹൃത്ത് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലും ഇവർക്ക് അറിയാൻ കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇവരെ തീർക്കാൻ, അതായത് അവർ പറയുന്നത് രാജേന്ദ്ര പ്രസാദിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇവരെ സിമി റോസ്ബെലിൻ്റെ മകനെയും അപായപ്പെടുത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെങ്കിലും സൂക്ഷിക്കണം, അതോടൊപ്പം തന്നെ ട്രെയിനിലൊന്നും യാത്ര ചെയ്തരുത് എന്ന് ഈ പറഞ്ഞ വ്യക്തി ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയെന്നാണ് പറയുന്നത്. തീവണ്ടിയിൽ യാത്ര ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ടിട്ട് നിങ്ങൾ തീവണ്ടിയിൽ നിന്ന് വീണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണെന്നോ വീണ് മരിച്ചതാണെന്നോ വരുത്തി തീർക്കാനുള്ള ഒരു ആലോചന, അങ്ങനെയുള്ള ശ്രമം വരെ ചിലപ്പോൾ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയെന്ന് സിമി റോസ്ബെൽ പറയുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഏതാനും ദിവസങ്ങളായി സിമി റോസ്ബെലും രാജേന്ദ്ര പ്രസാദും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നൊരു ഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നതെന്നാണ് സിമി റോസ്ബെൽ പറയുന്നത്. അതിൽ രാജേന്ദ്ര പ്രസാദിന് നേരെ ഒരു ക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് മാസ്ക് ധരിച്ചെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ സംഘമാണ് ഇതിന് പിന്നിലെന്ന് താൻ ഭയപ്പെടുന്നുണ്ട്. തനിക്ക് നേരെയും ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം എന്ന് ഭയന്നാണ് കഴിയുന്നത് എന്ന് സിമി റോസ്ബെൽ പറയുന്നുണ്ട്. ഭദ്ര, ശരി.